നമ്മളിപ്പോൾ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ എങ്ങോട്ടോ ഫുഡ് കഴിക്കാൻ പോവുക. ബ്രേക്ക്ഫാസ്റ്റ് 10:30 എന്തോ ആയി. അപ്പോൾ നമ്മൾ ബേസിക്കലി ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. എല്ലാവരും ഭയങ്കര ടയേർഡായതുകൊണ്ട് വേഗം ഉറങ്ങിപ്പോയി. സോ ദൂരെ ഇവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ പോകാൻ പോവുകയാണ്. സോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് സ്ഥലത്ത് വെച്ച് കാണാം. ഇതുവരെ ബൈ. ഇന്ന് നമ്മൾ ID എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത്. വാഷ്റൂമിൻ്റെ എക്സിറ്റിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അവിടെ സ്റ്റാർബക്സ്, KFC അങ്ങനെ കുറേ കടകൾ കാണാം നമുക്ക്. ഫുഡ് ഓർഡർ ചെയ്ത് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർഡർ ചെയ്തത് ദോശയായിരുന്നു. ശരിക്കും മസ്റ്റ് ട്രൈ ദോശ. IDയുടെ പുറത്ത് കുറേ സ്റ്റോൾസ് പോലത്തെ കടകളുണ്ടായിരുന്നു. പക്ഷേ ടൈം 10 o'clock 11 o'clock കാരണം ഇത് തുറന്നിട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ വന്നത് ഗവൺമെൻറ് മ്യൂസിയം ചെന്നൈയിലാണ്. ഞാനിപ്പോൾ ഒരു മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് ഗവൺമെൻറ് മ്യൂസിയം ചെന്നൈ അങ്ങനെ എന്തോ. സോ നമ്മളിപ്പോൾ ഇവിടെ വന്നെത്തിയിട്ടുള്ളൂ. ടിക്കറ്റ് എടുത്ത് ഇപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഹാസിയും കൊടുത്ത് ഞാൻ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കെ. സോ ഗൈസ്, ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ചിൽഡ്രൻസ് മ്യൂസിയം. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിംഗ് ആണിത്. ഇതിൽ കുറേ പെയിൻറ്റിങ്സും സ്കൾപ്ചേഴ്സും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു. പക്ഷേ മ്യൂസിയത്തിൽ വീഡിയോസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്കങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ചിൽഡ്രൻസ് മ്യൂസിയത്തിലോട്ടാണ്. ഇത് അധികം വീഡിയോസൊന്നും എടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സോ ഇനി നമുക്കിനി അടുത്ത മ്യൂസിയത്തിൽ പോയി നോക്കാം, അവിടെ സമ്മതിക്കില്ലെന്ന്. ഗായ്സ്, ഇവിടെ ഇരിക്കുന്ന മ്യൂസിയം തിയേറ്റർ ആണെന്നാണ്. ഇതാണ് സംഭവം ബിൽഡിംഗ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഷോ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ പാർക്കിങ്ങിലോട്ട് നടക്കുകയാണ്. സോ ഇത് ട്രിവാൻഡ്രത്തെ മറ്റേ മ്യൂസിയത്തിനെ പോലെ തന്നെ തോന്നി. പക്ഷേ ട്രിവാൻഡ്രം മ്യൂസിയം വാസ് ബെറ്റർ അക്കോർഡിംഗ് ടു മീ. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. സോ നമ്മളിപ്പോൾ പല്ലവാസ് എന്ന് പറഞ്ഞൊരു കടയിൽ വന്നേക്കാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടി. സോ പല്ലവ ഡൈനേഴ്സ്. സോ ഇവിടെ എല്ലാവരും മെനു നോക്കിയിരിക്കുക. നമ്മളിവിടെ ബിരിയാണി, താരം ഒക്കെയാണ് ട്രൈ ചെയ്യണത്. നമ്മൾ ഫുഡ് കഴിച്ചു. ഇവിടെ നിന്നാണ് കഴിച്ചത്. ഫുഡ് നല്ലതായിരുന്നു. ബിരിയാണി, താൽ, നോൺ വെജ് ആൻഡ് വെജ് താൽ രണ്ടും ഉണ്ടായിരുന്നു. രണ്ടും എല്ലാം നല്ലതായിരുന്നു ടു ബി ഫ്രാങ്ക്. പിന്നെ വാട്ടർ മെലൺ ജ്യൂസൊക്കെ കുടിച്ചു. സംഭവം നല്ലതായിരുന്നു. ഇനി നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് പാരറ്റ് സുദർശൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു. ഇവിടെയാണ് മീഴകൻ പണ്ട് ഷൂട്ട് ചെയ്തത്. അവർ നമ്മളടുത്ത് പാരറ്റ് ഫുഡൊക്കെ ആയിട്ട് വരാനാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള കടയിൽ പാരറ്റ് ഫുഡ് അവൈലബിൾ ആയിരുന്നു. ഓൺലൈൻ പ്രീ ബുക്കിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ അവിടെ ക്യൂലൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഷോ തുടങ്ങുന്ന മുന്നേ തന്നെ അവർ നമ്മളെ കൊണ്ട് ഒരു മാജിക് ട്രിക്ക് ചെയ്യിപ്പിച്ചു. അത് സോൾവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ ഷോ കാണാൻ പറ്റുള്ളൂ. നമ്മളത് സോൾവ് ഒന്നും ചെയ്തില്ല. പക്ഷെ നമ്മൾ പാവങ്ങൾ കാരണം അവർ നമ്മളെ വെറുതെ വിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടെറസിലോട്ടാണ് അവർ വിട്ടത്. ഇവർ ഓരോ റോലും പാരറ്റ് ഫുഡ് അറേഞ്ച് ചെയ്ത് വെക്കുകയായിരുന്നു. പാരറ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ കപ്പലണ്ടിയും പച്ചരിയും ആണ്. പിന്നെ താങ്ക്ഫുള്ളി അവരും എനിക്ക് ഫുഡ് അറേഞ്ച് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ നമ്മൾക്ക് തമിഴിൽ തന്നെ പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ പാരറ്റ്സും സ്പാരോസൊക്കെ വന്ന് അവിടെ ഇരിക്കാൻ തുടങ്ങി. പിന്നെ അവസാനമായപ്പോൾ ഫുൾ പാരറ്റ്സ് ആയി. സ്പാരോസിനെ കാണാതെ ആയിപ്പോയി. സോ ഗൈസ്, 20 minutes ലോങ് ഷോയാണ്. ഇത് ഓൺലൈൻ പ്രീ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂ ഒന്നും കയറാതെ നേരെ കയറി ചെല്ലാം. പിന്നെ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അത് കാരണം നിങ്ങൾ ചെന്നൈ വരുമ്പോൾ ഇത് പോയില്ലെങ്കിൽ ഇത് വലിയൊരു മിസ് തന്നെയാണ്. അതുകൂടാതെ അവിടുത്തെ ഹാർട്ട് ഷേപ്ഡ് ട്രാഫിക് സിഗ്നൽസ്. ഇത് പുതിയ മേക്കപ്പ് ബോക്സ് കാണിച്ചതാണ്. എന്തൊക്കെ ഉണ്ടെന്ന് പറയാം, എടുത്ത് തരാം. കുറെ ചീപ്പുകള്, കുറെ മേക്കപ്പിന്റെ സാധനം, കുറെ പെർഫ്യൂമിന്റെ, പിന്നെ റിങ്സ്, പിന്നെ ലിപ്സ്റ്റിക്ക്,
അടിപൊളി സാധനമാണ്. My God. ഇതൊക്കെ ഇഷ്ടായ അടിപൊളി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നത് വസന്ത ഭവൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു. ഫുഡ് എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവർക്കും ഫുഡിൻ്റെ ആഗ്രഹം കാരണം എനിക്ക് ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. സോ യാ ഗൈസ്, നമ്മളിപ്പോൾ തിരിച്ചു വേണം. ഇന്ന് പ്രത്യേകം ചെയ്യാൻ പറ്റില്ല. സോ ഗൈസ്, സൺഡേ ഞങ്ങൾക്ക് ട്രെയിന് ചെന്നൈ സെൻട്രലിൽ നിന്നായിരുന്നു. ടൈം 3 o'clock ആയിരുന്നു. നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 2 o'clock ആയി. അവിടെ എത്തി ഞങ്ങൾക്ക് ഓടാൻ മാത്രം ടൈം ഉണ്ടായുള്ളൂ. അത് കാരണം അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് അവിടുത്തെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഗൈസ്, നമ്മളങ്ങനെ തിരിച്ച് ആലയിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ട്രെയിൻ 3:10 സ്റ്റാർട്ട് ചെയ്തു മറ്റേ ചെന്നൈ സെൻട്രലിൽ നിന്ന്. ഇനി നമ്മൾ 2:10 ആലുവയിൽ എറണാകുളം ജംഗ്ഷനിൽ തിരിച്ചെത്തുന്നതാണ്. സോ ഇനി അവിടെ വെച്ചിട്ട് കാണാം. സോ അതേ ബൈ ബൈ. സോ ഗൈസ്, ഞങ്ങളങ്ങനെ 2:10 രാത്രി എറണാകുളം ജംഗ്ഷനിൽ. ഇന്നത്തെ വ്ളോഗ് ഇതുവരെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചെന്നൈ വ്ളോഗ് കഴിഞ്ഞിരിക്കുകയാണ്. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Don't like, share and subscribe. Please do like, share and subscribe. സോ ഇനി അടുത്ത വ്ളോഗായിട്ട് വരാം. അതുവരെ ബൈ ബൈ.